എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സഹായിക്കോ? എന്റെ മോളാണ് സഫ്ര ഫാത്തിമ. എന്റെ മോൾക്ക് തലസീമ മേജർ എന്ന അസുഖം ബാധിച്ചു. 4 മാസം പ്രായം തൊട്ട് ബ്ലഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ പറയുന്നത് എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യാനാണ്. നിങ്ങളെല്ലാവരും സഹായിച്ചാൽ എന്റെ മോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങളാൽ കഴിയുന്ന സഹായം എന്റെ മകൾക്ക് ചെയ്തു തരണം. പൊന്നുമോളെ ആരെ കൈവിടരുത്. എല്ലാവരും പറ്റുന്ന സഹായം ചെയ്ത് എൻ്റെ മോളെ നമുക്ക് രക്ഷപ്പെടുത്തി തരണം എന്ന് നിങ്ങളുടെ എല്ലാവരും ജോലിയുമായി അപേക്ഷിക്കുന്നു. എൻ്റെ മോളെ ആരും കൈവിടല്ലേ. എല്ലാവരും എൻ്റെ മോളെ രക്ഷപ്പെടുത്തി തരണം. എല്ലാവരും എൻ്റെ പെങ്ങളെ എല്ലാവരും സഹായിക്കണം. എനിക്ക് ആകെയുള്ള ഒരു പെങ്ങളാണ്. എൻ്റെ മോളെല്ലാവരും സഹായിക്കണം. ഇപ്പോൾ ഡോക്ടർ പറയുന്നത് എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റി വെക്കണമെന്ന്. നമ്മൾക്കൊരു നിവൃത്തിയില്ല. ഞാനത് മജ്ജ കൊടുക്കുന്നത് എൻ്റെ മോളെ ജീവിതത്തിലേക്ക് എല്ലാവരും സഹായത്തോടു കൂടി കൊണ്ടുവരണം. പഠിത്തനോർത്തിട്ട് എൻ്റെ മോളെല്ലാവരും സഹായിക്കണം. അസ്സാം വലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ പരിയാരം പഞ്ചായത്തിലെ 7-ാം വാർഡിൽ സഫ്ര ഫാത്തിമ എന്ന് പറയുന്ന 10 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു മകളുടെ വീട്ടിലാണ്. ഈ പിഞ്ചു മകളുടെ വളരെ ദയനീയമായ ഒരു അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ പറയാനാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഈ മോൾക്ക് തലാസീമിയ എന്ന് പറയുന്ന ഒരു മാരക രോഗം പിടിപെട്ട് ശരീരത്തിലുള്ള രക്തങ്ങൾ ഇങ്ങനെ നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 10 ദിവസം 15 ദിവസം കൂടുന്ന സമയത്ത് രക്തം ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കണം. ഇപ്പോ അവസാനം ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് ഉടനടി തന്നെ മജ്ജ മാറ്റി വെക്കലല്ലാതെ വേറൊരു നിർവാഹവുമില്ല. അതുകൊണ്ട് ഉടനടി തന്നെ മജ്ജ മാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, കുട്ടിയുടെ പിതാവ് തന്നെയാണ് മജ്ജ നൽകുന്നത്. വളരെ ദയനീയമായ ഒരു കുടുംബമാണ്. ഇവർക്ക് യാതൊരു നിവൃത്തിയും നിർവാഹവും ഇല്ലാത്തൊരു കുടുംബമാണ്. ഈ കുട്ടിയുടെ ജീവൻ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും സഹായിച്ചാൽ മാത്രമേ ഈ കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ മോക്ക് വേണ്ടിയിട്ടാണ് ഈ ഉമ്മമാർ തേച്ചു നിങ്ങളോട് വന്ന് അത്രയും സങ്കടത്തോടു കൂടി കരഞ്ഞ് അപേക്ഷിക്കുന്നത്. നിങ്ങൾ കൈവിടരുത്. ഈ പിഞ്ചു മകളുടെ ജീവൻ നിലനിർത്താൻ ഒരു സാഹചര്യം പ്രിയപ്പെട്ടവർ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഹോസ്പിറ്റലുകാർ എസ്റ്റിമേറ്റ് നൽകിയത് ബാംഗ്ലൂരിൽ നാരായണ ഹെൽത്ത് ഹോസ്പിറ്റലിലുള്ള ആണ് ഈ കുട്ടിയെ ചികിത്സിക്കുന്നത്. ഏകദേശം 39 ലക്ഷം രൂപ സർജറിക്ക് മാത്രം ആവശ്യമായിട്ടാണ് ഇവർ എസ്റ്റിമേറ്റ് നൽകിയിട്ടുള്ളത്. അത്രയും ദയനീയതയിലുള്ള ഈ കുടുംബത്തിന് ഈ ഒരു എമൗണ്ട് കണ്ടെത്താൻ യാതൊരു നിവൃത്തിയുമില്ല. നിങ്ങളെ മുമ്പിലുള്ള അവസാന പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ ഈ പിഞ്ചു മോളെ ജീവൻ നിലനിർത്താനുള്ള സാഹചര്യം ഈ കുടുംബത്തിന് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കൈവിടരുത്. ഈ കുടുംബത്തിന്റെ അക്കൗണ്ട് നമ്പറും ഈ കുടുംബത്തിന്റെ കോൺടാക്ട് നമ്പറും ഒക്കെ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ഓരോ ഗ്രൂപ്പുകളിലും ഓരോ ഫേസ്ബുക്ക് പേജുകളിലും പോസ്റ്റ് ചെയ്തും ഷെയർ ചെയ്തും ഈ പൊന്നുമോളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു സാഹചര്യം ഒരുക്കി തരണമെന്ന് പടച്ചവനെ മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അപേക്ഷിക്കുകയാണ്. അതേപോലെ ഈ വാർഡിന്റെ മെമ്പറും നാട്ടുകാരൊക്കെ ഉണ്ട്. അവരും നിങ്ങളോട് 2 വാക്ക് പറയും. നിങ്ങളൊക്കെ സഹായിക്കും, നിങ്ങളൊക്കെ സഹകരിക്കും. ഈ പിഞ്ചു മോളെ നിങ്ങളൊക്കെ ചേർന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. ഈ പഞ്ചായത്തിന്റെ മെമ്പറും നാട്ടുകാരൊക്കെ നമ്മോടൊപ്പം ഉണ്ട്. പഞ്ചായത്ത് മെമ്പർ ഈ കുട്ടിയെ പറ്റി പറയുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് ബാലകൃഷ്ണൻ. പരിയാരം ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ് മാവിച്ചേരി വാർഡ് മെമ്പറാണ്. ഇപ്പോൾ നൗഷാദിന്റെ മകൾക്ക് അടിയന്തരമായിട്ട് ചികിത്സ ചെയ്യേണ്ടതുകൊണ്ട് ഭാരിച്ച തുക ചെലവ് വരും. അതുകൊണ്ട് എല്ലാവരും നല്ല സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തും.